എൻ്റെ പേര് നിവേദ്യ പ്രാർത്ഥന. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ചെയ്യാനിത്. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഞാൻ എന്റെ രാജ്യമാണ്. അല്ല എന്റെ കാര്യം എന്റെ സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണ വൈദ്യപൂർണമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാർ മുതിർന്നവരെ ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനായി ശക്തി വേണ്ടി പ്രവർത്തിക്കും. നമസ്കാരം. ഇന്നത്തെ ചിന്താവിഷയം വിജയം ആസ്വാദകരമാവണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. APJ അബ്ദുൽ കലാം. എൻ്റെ പേര് സനിഞ്ഞ സുനികുമാർ. ഞാൻ പറയാൻ പോണത് ചോദ്യവും ഉത്തരവും. ഏറ്റവും ചെറിയ പൂവ് ഉൾഫിയ. ഏറ്റവും ഉയരം കൂടിയ മൃഗം ജിറാഫ്. വലിയ മരം റെഡ്വുഡ്. ഏറ്റവും വലിയ നദി ആമസോൺ. താങ്ക് യു. നമസ്കാരം. ഞാൻ ഇവിടെ മാമ്പഴപ്പാട്ട് പാടാൻ പോവുകയാണ്. പഴുപഴുത്ത മാമ്പഴം മുഴുമുഴുത്ത മാമ്പഴം രുചിയോറും മാമ്പഴം ബുദ്ധിയോറും മാമ്പഴം. എത്തിപ്പിടിക്കാൻ നോക്കി മാമ്പഴം കിട്ടിയില്ല. ചാടി പിടിക്കാൻ നോക്കി മാമ്പഴം കിട്ടിയില്ല. കൊമ്പുകൊലിക്ക് നോക്കി മാമ്പഴം കിട്ടിയില്ല. കല്ലെറിഞ്ഞ് നോക്കി മാമ്പഴം കിട്ടിയില്ല. മാമ്പഴമേ മാമ്പഴം നിന്നോട് മിണ്ടൂല, ഞാൻ നിന്നോട് മിണ്ടൂല. അവലരിക്കുന്ന അന്നറക്കണ്ണൻ മാമ്പഴം താഴെയിട്ടു. ആയി മാമ്പഴം താഴെയിട്ടു. മാമ്പഴമേ മാമ്പഴം നിന്നോട് മിണ്ടാട്ടോ, ഞാൻ നിന്നോട് മിണ്ടാട്ടോ. താങ്ക് യു. രാധികാലക്ഷ്മി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ദിരാഗാന്ധിയെ കുറിച്ചാണ്. ഇന്ത്യയിലെ ചരിത്രത്തിലെ ഏക വനിതാ പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമല നെഹ്റുവിൻ്റെയും പുത്രിയായി 1917 നവംബർ 19 ജനിച്ചു. ചെറുപ്പത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. ഭാരതരത്ന ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. 1984 ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റു മരിച്ചു. താങ്ക് യു. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദികലക്ഷ്മിയുടെ അമ്മയാണ്. പേപ്പർ ക്രാഫ്റ്റാണ് ഇവിടെ ചെയ്യുന്നത്. താമരയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് ഫ്ലൂറസൻ പേപ്പർ, വാർണിഷ് പേപ്പർ, ചൈന പേപ്പർ, പിന്നെ പശ, ഇതാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്ലൂറസൻ പേപ്പർ ഞാൻ ഈ കളറിലാണ് എടുത്തിട്ടുള്ളത്. 4 എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ മട്ടാക്കിയിട്ട് വെട്ടിയെടുക്കാം. വെട്ടിയതിന് ശേഷം നമ്മൾ ഓരോ ലെയറും ഇതളുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് മടക്കി വെട്ടുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. നമുക്ക് ഇങ്ങനെ കിട്ടും.
ആവശ്യമുള്ള എല്ലാ ഭാഗത്തും വെട്ടി കൊടുത്തു. ഇനി ഇത് എല്ലാ ലെയറും ഇതുപോലെ വെട്ടിയെടുക്കാം. ഇനി ഓരോ ലെയറിൻ്റെയും ഇതളുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പശ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ എല്ലാതിൻ്റെയും ഇതളുകൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഇതളുകളും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയർ എങ്ങനെയാണ് സെറ്റ് ചെയ്യണം നോക്കാം. അതിനായിട്ട് ഏറ്റവും നടുവിൽ ഇതുപോലെ പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അടുത്ത ലെയർ എടുത്തിട്ട് ഈ രണ്ട് ഇതളിൻ്റെയും നടുവിലായിട്ട് ഇതൾ വരുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടി പശ എടുത്തിട്ട് അടുത്ത ലെയറും ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഏറ്റവും ചെറിയ ലെയറും ഇതുപോലെ ഒട്ടിക്കാം. പിന്നെ ലാസ്റ്റ് ഒരു പൂമ്പൊടി പോലെയായിട്ട് ഞാൻ മഞ്ഞ ചൈന പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വട്ടം വെട്ടിയിട്ട് അതിന് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് നടുവിൽ ഒട്ടിച്ചു കൊടുക്കുക. താമരയായിട്ടുണ്ട്. ഇനി ഇലക്കായിട്ട് ഞാനിവിടെ വാർണിഷ് പേപ്പർ കുറച്ചുകൂടി വലിയൊരു വട്ടം വെട്ടിയടിച്ചിട്ടുണ്ട്. വാർണിഷ് പേപ്പറിൽ താമരയുടെ ബാക്കിൽ കുറച്ച് പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടി ഒട്ടിക്കാം. താമരയുടെ ഇലയുടെ ഷേപ്പിലോ ആലിലയുടെ ഷേപ്പിലോ നമുക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്.